നമസ്കാരം. ഡിജിറ്റൽ മലയാളി ന്യൂസിൻ്റെ വാർത്താ അവലോകനത്തിലേക്ക് സ്വാഗതം. കെ മാണി സാറിനെ NSS മറന്നു. കെ മാണി സാറും NSS ജനറൽ സെക്രട്ടറിയും തമ്മിൽ പതിറ്റാണ്ടുകൾ ആത്മബന്ധമാണ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തെ എന്താണ് മറക്കാൻ കാരണം? ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ വിഷയമായി ഇത് മാറിയിരിക്കുന്നു. ോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൻ്റെ മുഖ്യ അതിഥിയായി എത്തുന്നത് മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തോടൊപ്പം കോട്ടയത്തെ പാർലമെൻറ്റ് അംഗമായ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ ഫ്രാൻസിസ് ജോർജുമുണ്ട്. ഈ അവസരത്തിലാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രതികൾ ആരും തന്നെ NSS സമ്മേളനത്തിൽ എത്തുന്നില്ല, എന്തുകൊണ്ട് അവർക്ക് ക്ഷണം കിട്ടുന്നില്ല എന്നുള്ളതാണ്. കേരള കോൺഗ്രസും NSSുമായി ഏതാണ്ട് അരനൂറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന ബന്ധമാണ് ഉണ്ടായിരുന്നത്. കെ മാണി തൻ്റെ ഹൃദയത്തിൽ എങ്ങനെ രണ്ടിലെ ചേർത്ത് വെച്ചോ അതുപോലെയായിരുന്നു അദ്ദേഹം നായർ സമുദായത്തെയും അദ്ദേഹം തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരുന്നു. NSSന് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അവിടെ കെ മാണി ഓടിയെത്തും. കെ മാണിക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അവിടെ NSS നേതാക്കളും ഓടിയെത്തുമായിരുന്നു. കെ മാണിയെ പിടിച്ചൊളിച്ച ബാർക്കോഴ വിഭാഗത്തിൽ ആദ്യമായി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരാണ് കെ മാണിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയത്. അതുതന്നെ കോൺഗ്രസിൽ വലിയ ഒരു തരത്തിലുള്ള ചർച്ചകൾക്ക് തുടക്കം കിട്ടിയിരുന്നു. അന്നത്തെ ആഭ്യന്തരമന്ത്രിയും PC ജോർജും ചേർന്ന് കെ മാണിക്കെതിരെ ചില നീക്കങ്ങൾ നടത്തിയെന്നത് സുകുമാരൻ നായർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. അത് മറന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വ്യക്തത വരുത്താൻ വേണ്ടി തന്നെയാണ് കെ മാണിയോടൊപ്പം അദ്ദേഹം നിലകൊണ്ടത്. എന്നാൽ ഇന്ന് ചിത്രമാകെ മാറി. മധ്യ കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ ശക്തിയായ കേരള കോൺഗ്രസ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഒരു ഭാഗമായി ഭരണരംഗത്തുണ്ട്. ഭരണമുന്നണിയിലുള്ള കേരള കോൺഗ്രസുമായി NSS നേതൃത്വത്തിന് യോജിച്ചു പോകാൻ പറ്റുന്നില്ല എന്ന ഒരു അനുമാനത്തിലെത്തുവാൻ എളുപ്പമാണ്. ഭരണകക്ഷിയായ കേരള കോൺഗ്രസിനെ എന്തുകൊണ്ട് ഇവർ അവഗണിച്ചു എന്നുള്ള ഒരു ചോദ്യമാണ് നായർ സമുദായ അംഗങ്ങൾക്കിടയിലും കേരള കോൺഗ്രസിനുള്ളിലും ചർച്ചയായി ഉയർന്നു വന്നിരിക്കുന്നത്. കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പൈതൃകം പേറുന്ന ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് ഇന്ന് ഭരണകക്ഷിയുടെ ഭാഗമാണ്. CPMുമായി NSS നേതൃത്വത്തിന് അത്ര നല്ല രസത്തിലല്ല എന്ന് എല്ലാവർക്കും അറിയാം. എങ്കിൽ തന്നെയും ഘടകകക്ഷിയുടെ നേതാവെന്ന നിലയിലും മധ്യ കേരളത്തിലെ രാഷ്ട്രീയ ശക്തിയുടെ നേതാവെന്ന നിലയിലും കേരള കോൺഗ്രസ് എമ്മിനെ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കേണ്ടതായിരുന്നു എന്നാണ് NSS സമുദായ അംഗങ്ങളുടെ ഇടയിലും കേരള കോൺഗ്രസ്സുകാരുടെ ഇടയിലും ഉയർന്നു വരുന്ന ഒരു ചർച്ച. എന്നാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി ഫ്രാൻസിസ് ജോർജ് MP സദസ്സിൽ പ്രസംഗിക്കുകയും കേരള കോൺഗ്രസിൻ്റെ നേതാക്കൾ കാഴ്ചക്കാരായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കടുത്ത ഒരു നന്ദികേടായിപ്പോയില്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല. ഈ അവസരത്തിലാണ് ഞാനൊരു കാര്യം ഓർമ്മിക്കുന്നത്. NSSൻ്റെ മന്നം ജയന്തി സമ്മേളനത്തിൽ പലവട്ടവും ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായർ വളരെ ആവേശത്തോടെ എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. NSSന് എന്നും താങ്ങും തണലുമായി കേരള കോൺഗ്രസിൻ്റെ നേതാവ് കെ മാണി കൂടെ ഉണ്ട് എന്നുള്ളതാണ്. NSSൻ്റെ കണ്ണായ ഭൂമി പതിച്ചു നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കെ മാണി നൽകിയ സേവനത്തെ അദ്ദേഹം വാനോളം പുകഴ്ത്തിയത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. അങ്ങനെയുള്ള കേരള കോൺഗ്രസിൻ്റെ പിൻഗാമിയായ ജോസ് കെ മാണിയെ ചടങ്ങിൽ പ്രസംഗിപ്പിക്കാതിരിക്കുകയും മറ്റ് കേരള കോൺഗ്രസ് നേതാക്കളെ വേദിയിലിരുത്തുകയും ചെയ്യുന്നതിൽ ഒരു അനൗചിത്യം കേരള കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും ചർച്ചയായിട്ടുണ്ട്. അതൊരു ജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ചും മധ്യ കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടം അറിയാവുന്നവർക്കറിയാം, അതൊരു വലിയൊരു ആത്മരോഷം ഇരുകൂട്ടർക്കും കേരള കോൺഗ്രസ് എം പ്രവർത്തകരിലും NSS അണികളിലും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. രമേശ് ചെന്നിത്തലയുടെ NSSലേക്കുള്ള പുതിയ രംഗപ്രവേശനം ഒട്ടേറെ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഇതോടൊപ്പം വൈക്കത്തെ SNDPയുടെ സമ്മേളനത്തിലേക്കും അദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ പ്രബലമായ രണ്ട് സമുദായങ്ങളെ NSSനെ SNDPയും കൂടെ നിർത്തി മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ഒരു വഴി അദ്ദേഹം വെട്ടുകയാണെന്ന് തന്നെ പറയാം. അദ്ദേഹം ശ്രദ്ധിക്കാതെ പോകുന്നത് മധ്യ കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ ശക്തിയായ കേരള കോൺഗ്രസ് എമ്മിനെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും മുഖ്യമന്ത്രി പദം എന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. രാഷ്ട്രീയം രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാവുന്ന പോലെ തന്നെ അതിൻ്റെ തന്ത്രങ്ങൾ അതിലേറെ അറിയാവുന്ന സുകുമാരൻ നായർ ഒരുപക്ഷെ അദ്ദേഹത്തെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരിക്കും.
മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ പ്രധാന ചുമതല രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു. എന്നാൽ അവിടെ കോൺഗ്രസ് സഖ്യം പരാജയപ്പെട്ടതോടെ തൻ്റെ മുഖ്യമന്ത്രി പദം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം പുതിയ രാഷ്ട്രീയ കരുനീക്കവുമായി രംഗത്തിറങ്ങി. അങ്ങനെയാണ് അദ്ദേഹം NSSന്റെ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി എത്തുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ കോൺഗ്രസിലൂടെ ഉടലെടുത്തിരിക്കുന്ന മറ്റൊരു സംഭവവികാസം അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെയുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായ VD സതീശൻ മരാമൺ കൺവെൻഷനിലും പ്രസംഗിക്കാൻ പോവുകയാണ്. അങ്ങനെ സാമുദായികമായ ഒരു ചേരിതിരിവിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇരു നേതാക്കളും ഇരുപക്ഷം നിൽക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുകയാണ്. കോൺഗ്രസിലെ പുതിയ ചേരിതിരിവിൽ VD സതീശനെ വെട്ടി മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ശ്രമിക്കുന്ന രമേശ് ചെന്നിത്തല NSSന്റെ ആസ്ഥാനത്ത് മുഖ്യ അതിഥിയായി എത്തുമ്പോൾ സുകുമാരൻ നായർ നൽകുന്ന അല്ലെങ്കിൽ NSS നൽകുന്ന സന്ദേശം അദ്ദേഹത്തെ മുഖ്യ താക്കോൽ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ്. അതാണ് ഈ സമ്മേളനം ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ ഉറ്റുനോക്കുന്ന ചോദ്യം. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം NSS ആസ്ഥാനത്ത് മുഖ്യ അതിഥിയായി എത്തുന്ന രമേശ് ചെന്നിത്തല ഒരു വശത്തും കോൺഗ്രസിൻ്റെ മറ്റൊരു പ്രമുഖ നേതാവായ പ്രതിപക്ഷ നേതാവായ VD സതീശൻ മറ്റൊരു വശത്തുമായി ഒരു രാഷ്ട്രീയ ചേരിതിരിവ് തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ രമേശിൻ്റെ NSS രംഗപ്രവേശനം അദ്ദേഹത്തിന് അതിശക്തമായ ഒരു സാമുദായിക പിന്തുണ ലഭ്യമാകുന്നു എന്നുള്ള ഒരു സന്ദേശം കൂടി നൽകുന്നുണ്ട്. എന്തായാലും താക്കോൽ സ്ഥാനത്ത് രമേശ്